കഴിഞ്ഞ 1-ാം തീയതി മുതൽ ആരംഭിച്ച വികസന മുന്നേറ്റ ജാഥ ഇന്നലെ കോട്ടക്കൽ മണ്ഡലത്തിലാണ് അവസാനിച്ചത്. ഇന്നത്തെ പര്യടന പരിപാടി അഖിലേന്ത്യ തൊഴിലാളി കർഷക തൊഴിലാളി ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും മറ്റായ ശക്തമത്തായ പ്രതിഷേധത്തിൻ്റെ ഭാഗമായ പണിമുടക്കിനെ തുടർന്ന് ഞങ്ങളിന്ന് പൂർണ്ണമായിട്ടും പരിപാടി മാറ്റി വെച്ചിരിക്കുക. അങ്ങനെയാണ് ഇവിടെ ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് എത്തിച്ചേരാനിടയായത് എന്ന കാര്യം ഞാൻ ആദ്യം തന്നെ സൂചിപ്പിക്കുന്നു. ഇന്ത്യൻ തൊഴിലാളി വർഗം അതോടൊപ്പം ചേർന്നുകൊണ്ടുള്ള കാർഷിക ജനവിഭാഗങ്ങളും അവരുടെ പിന്തുണ കൂടി ചേർത്ത് ലോകത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ജനകീയ പ്രതിരോധമാണ് ഇന്ന് അഖിലേന്ത്യാ പണിമുടക്ക് എന്ന രീതിയിൽ സംഘടിപ്പിക്കുന്നത്. നമ്മൾ ഇന്ത്യയിലെ ഈ പണിമുടക്കിനെ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിൻ്റെ ഉജ്ജ്വല പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. ഇത് ലോക തൊഴിലാളി വർഗത്തിൻ്റെ ഐക്യദാർഢ്യവുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളൊന്നും ഞാൻ വീണ്ടും വിശദീകരിക്കുന്നില്ല. 29 നിയമവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന തൊഴിലാളി വർഗം നേടിയ അതിശക്തിയായ സമരത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും ഭാഗമായിട്ടുണ്ടായ തൊഴിലാളി നിയമങ്ങളെല്ലാം വളരെ ചുരുക്കത്തിൽ ചേർത്ത് തൊഴിലാളി വർഗ പോരാട്ടങ്ങളെയും സമരങ്ങളെയും അതിൻ്റെ നിലനിൽപ്പിനെയും ചോദ്യം ചെയ്യുന്ന രീതിയിൽ 4 ലേബർ കോഡുകളാക്കി മാറ്റിയിരിക്കുക. ഇതിനെതിരായി തൊഴിലാളി വർഗം നടത്തുന്ന ഉജ്ജ്വലമായ ഈ പോരാട്ടത്തിന് ഇന്ത്യയിലെ കർഷക ജനവിഭാഗങ്ങൾ മുഴുവൻ പിന്തുണ നൽകുന്നു എന്നുള്ളതും ഇന്ത്യയിലെ കർഷക തൊഴിലാളികളുടെ പരിപൂർണമായിട്ടുള്ള പിന്തുണ അവർക്ക് ആർജിക്കാനായി എന്നുള്ളതും തൊഴിലാളി വർഗത്തോടൊപ്പം കാർഷിക ജനവിഭാഗവും ചേർന്ന് മുമ്പോട്ടേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സമരത്തിൻ്റെ ഈ അഖിലേന്ത്യാ പണിമുടക്കിൻ്റെ പ്രത്യേകത. സ്ഥിരം തൊഴിലാളികൾ വേണ്ട, എല്ലാവരും ദിവസക്കൂലിക്കാരോ കരാറടിസ്ഥാനത്തിലുള്ള തൊഴിലാളികൾ മാത്രം മതി. അവരുടെ സേവന വ്യവസ്ഥകൾ സാധാരണ സ്ഥിരം തൊഴിലാളികൾക്കുള്ളതിനേക്കാളും വളരെ ചെറുതായിരിക്കും. അപ്പോൾ തൊഴിലാളി വർഗത്തിനെതിരെയുള്ള മുതലാളിത്ത ചൂഷണം കൂടുതൽ ശക്തിപ്പെടുന്ന ഒന്നിലേക്കാണ് ഇത് നയിക്കുക. ഇത് സാമ്രാജ്യത്വത്തിൻ്റെ നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ആഗോളവൽക്കരണത്തിൻ്റെ നിലപാടാണ്. ആഗോളവൽക്കരണത്തിനെതിരായി CIT ഉൾപ്പെടെയുള്ള സംഘടിത പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ഉടനീളം നിരവധിയായ വർഷങ്ങളായി സമരം നടത്തി വരികയാണ്. ഓരോ ദിവസം കഴിയും തോറും തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ ഭരണകൂടം നരേന്ദ്രമോദി ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ദേശീയ പണിമുടക്കാണ് ഇന്നിവിടെ ഇന്ത്യയിലുടനീളം സംഘടിതമായിട്ട് നടക്കുന്നത്. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ലോകം കണ്ട ഏറ്റവും വലിയ തൊഴിലാളി വർഗ പോരാട്ടമായിരിക്കും ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ അടയാളപ്പെടുത്തുക. കാരണം യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഉള്ള ജനസംഖ്യയും നമ്മുടെ ഇന്ത്യൻ ജനസംഖ്യയുമായി താരതമ്യം ചെയ്താൽ അവിടെ ഏതെങ്കിലും ഒരു രാജ്യത്തെ പൂർണ്ണമായിട്ട് എടുത്താൽ തന്നെ കേരളത്തിൻ്റെ അത്ര പോലും ജനസംഖ്യയില്ല. ജനകീയ ചൈന പോലെ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന ഏത് പണിമുടക്കും, അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള പണിമുടക്കും ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള പണിമുടക്ക് സമരമായിരിക്കും. ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും തൊഴിലാളികളെയും അഭിമാനത്തോടെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. തൊഴിലാളി വർഗ പോരാട്ടത്തിൻ്റെ ചരിത്രത്തിൽ
ഇതിഹാസ തുല്യമായി രേഖപ്പെടുത്താൻ പോകുന്ന ഈ ഭരണവർഗത്തിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പ് ഇന്നല്ലെങ്കിൽ നാളെ ലോകത്തെമ്പാടും അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലും അധ്വാനിക്കുന്ന വർഗത്തിന് നിലവിലുള്ള ഭരണകൂടത്തെ മാറ്റി ഒരു പുതിയ ഭരണകൂടം സ്ഥാപിക്കാൻ കഴിയുമെന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് തൊഴിലാളി വർഗം ശക്തമത്തായ രീതിയിലുള്ള പോരാട്ടങ്ങളിലേക്കും സമരങ്ങളിലേക്കും നീങ്ങുന്നത് എന്ന കാര്യം നമുക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കേണ്ടതായിട്ട് ഉണ്ട്. കർഷക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് 10-60 കോടിയിലധികം വരും. ആ പദ്ധതി പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കാനാണ് ഇപ്പോഴും തീരുമാനിച്ചിട്ടുള്ളത്. BJP-ക്കാർ അവിടെ ഇവിടെയെല്ലാം കയറിയിട്ട് ഞങ്ങൾ 100 ദിവസത്തെ പണി 125 ദിവസമാക്കി മാറ്റാനാണ് തീരുമാനിച്ചത് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. ശുദ്ധ സംബന്ധം. യഥാർത്ഥത്തിൽ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കാൻ കുടിശ്ശിക ഉൾപ്പെടെ പരിഹരിക്കാൻ 1,50,000 കോടി രൂപ വേണം ഒരു കൊല്ലം. അത് കഴിഞ്ഞ പ്രാവശ്യം 87,000 കോടി മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം കുടിശ്ശികയാണ്. ഇക്കൊല്ലം ആകെ അനുവദിച്ചത് 30,000 കോടിയാണ് എന്ന് പറഞ്ഞാൽ അവസാനിച്ചു. തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയിൽ നടപ്പിലാക്കാനാവുന്നതല്ല എന്നിപ്പോഴും വ്യക്തമായി. 1,50,000 കോടി വേണ്ട സ്ഥാനത്ത് 30,000 കോടി മാത്രം ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ അവതരിപ്പിച്ച കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞത് സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഞങ്ങൾ 60% തരും, 40% നിങ്ങൾ കൂടി ചേർക്കണം. അങ്ങനെ 40% ചേർത്താലും കേരള ഗവൺമെൻറ് 1000 കോടി രൂപ അതിനുവേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഈ ബഡ്ജറ്റിൽ. കാരണം അതെങ്ങനെയും നടക്കണം എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ 30,000 കോടി രൂപ കൊണ്ട് ഇന്ത്യയിലാകെ 1,50,000 കോടി വേണ്ട സ്ഥാനത്ത് ഒരു തൊഴിലുറപ്പ് പദ്ധതിയും ഇനി നടക്കാൻ പോകുന്നില്ല. 10-60 കോടിയിലധികം വരുന്ന പാവപ്പെട്ട ഈ ജനവിഭാഗത്തെ പട്ടിണിയിൽ നിന്ന് മോചിതമാവാൻ വേണ്ടി ഒന്നാം UPA ഗവൺമെൻറ് ഇടതുപക്ഷ സമ്മർദ്ദത്തെ തുടർന്നുണ്ടാക്കിയ നിയമം ഭരണഘടനാ ഭേദഗതി ചെയ്തുകൊണ്ടാണ് അത് നടപ്പിലാക്കിയത്. അത് പൂർണ്ണമായും ഇപ്പോഴ് നരേന്ദ്രമോദി ഗവൺമെൻറ് തകർത്തു കഴിഞ്ഞിരിക്കുകയാണ്. അതിനെതിരായ പ്രതിഷേധം കൂടി ഇതിൻ്റെ ഭാഗമായി തൊഴിലാളി വർഗം തന്നെ മുന്നോട്ടേക്ക് വെക്കുന്നു എന്നുള്ളത് ഈ പാവപ്പെട്ട ജനങ്ങളെ ചേർത്ത് നിർത്തി ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളാകെ ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ അത്തരം മുദ്രാവാക്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യപ്പെടുകയാണ്. ബാങ്ക് ദേശസാൽക്കരണത്തിന് ശേഷം ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവണത നിരവധി ബാങ്കുകളെ ഒന്നായി ചേർത്തുകൊണ്ട് കുത്തകയാക്കുക എന്നുള്ളതാണ്. പ്രാദേശിക തലത്തിൽ ലഭിക്കേണ്ടുന്ന സേവനങ്ങളെല്ലാം ഇല്ലാതാക്കാനും ബാങ്ക് ജീവനക്കാരുടെ എണ്ണം ഓരോ സന്ദർഭത്തിലും വമ്പിച്ച രീതിയിൽ കുറക്കാനും അങ്ങനെ സാമ്പത്തിക കുത്തകയുടെ പരിധിയിലേക്ക് ഈ വലിയ ബാങ്കുകളെ മാറ്റാനുമുള്ള ബോധപൂർവമായ ശ്രമമാണ് കേന്ദ്ര ഗവൺമെൻറ് കുറേ കാലമായിട്ട് പഴയ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റും ഇപ്പോൾ നമ്മുടെ നരേന്ദ്രമോദി ഗവൺമെൻറ്റും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു നിലപാട് വെച്ചുകൊണ്ടാണ്. വൈദ്യുതി മേഖലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യവൽക്കരണം അതിനെതിരായിട്ട് കൂടിയാണ് ഈ പറയുന്ന സമരം, ഈ ഉജ്ജ്വലമായിട്ടുള്ള പണിമുടക്ക് നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത്. എല്ലാം സ്വകാര്യവൽക്കരിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായി വൈദ്യുതിയും പൂർണ്ണമായ അർത്ഥത്തിൽ സ്വകാര്യവൽക്കരണത്തിലേക്ക് നീക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോഴ് ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നിരവധിയായ ആവശ്യങ്ങൾ മുന്നോട്ടേക്ക് വെച്ച് ലോകത്തെമ്പാടുമുള്ള തൊഴിലാളി വർഗത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഇന്ത്യയിൽ നടക്കുന്ന ഈ ചരിത്രത്തിലെ ഏറ്റവും വലിയ പണിമുടക്ക്, ആ പണിമുടക്ക് സമരത്തോടൊപ്പം കർഷക തൊഴിലാളികളും അതുപോലെ തന്നെ കർഷക പ്രസ്ഥാനവും എല്ലാ വിഭാഗം കർഷക പ്രസ്ഥാനങ്ങളും ചേർന്നുകൊണ്ട് പിന്തുണ നൽകുന്നു. ഇത്തരത്തിലുള്ള സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്ന CITU ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളെ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. ഇവിടെ കേരളത്തിൻ്റെ വിചിത്രമായ ഒരു ചിത്രം, ഇന്ത്യയിലെ BMS ഒഴിച്ച് എന്ന് പറഞ്ഞാൽ BJP ഒഴിച്ച് മറ്റെല്ലാ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളും ചേർന്നുകൊണ്ടാണ് ഈ പണിമുടക്ക് നടത്തുന്നത്. അതിൽ INTUC ഉണ്ട്, AITC ഉണ്ട്, അതുപോലെ തന്നെ ST ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ കേരളത്തിൽ ഇവർക്കിത് പറ്റില്ല. കേരളത്തിൽ രാഷ്ട്രീയമാണ്. തൊഴിലാളി വർഗത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടെ തൊഴിലാളി വർഗം നടത്തുന്ന സമരത്തോടൊപ്പം ചേരാൻ INTUCക്ക് ധൈര്യമില്ല, അതുപോലെ തന്നെ STUവിന് ധൈര്യമില്ല. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ
ഒരു സമരമായിട്ട് ഈ സമരം മാറുമോ എന്ന സംശയത്തിൽ അവർ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും, എത്രത്തോളമാണ് പങ്കെടുക്കുന്നത് പറയാൻ സാധിക്കില്ല, പങ്കെടുക്കുന്നുണ്ട് എങ്കിലും അവർ സംയുക്ത ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കേരളത്തിൽ പ്രവർത്തിക്കാൻ തയ്യാറില്ലാത്ത അവസ്ഥയാണ്. ഇത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ കാരണം കൊണ്ട് തൊഴിലാളി വർഗത്തിന്റെ പോരാട്ടങ്ങളെയും സമരങ്ങളെയും ഛിന്ന ഭിന്നമാക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. INTUC-കാർ തന്നെ പറഞ്ഞത് ഞങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വം അനുവദിക്കുന്നില്ല എന്നാണ്. അപ്പോൾ UDF ആണ്, STUവിനും അത് തന്നെയാണ്. UDF അനുവദിക്കുന്നില്ല അവർക്ക് യോജിച്ച സമരത്തിലേക്ക്, പ്രക്ഷോഭത്തിലേക്ക് പോകാൻ. ഇത് അങ്ങേയറ്റം തെറ്റായ നിലപാടാണ് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. പിന്നെ VD സതീശന്റെ ജാഥ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ രാവിലെ കണ്ടു. INTUC-കാര് വയനാട്ടിൽ ലോഡുമായിട്ട് വരുന്ന ലോറി തടഞ്ഞു. ലോറി ഇങ്ങനെ തടഞ്ഞു വെച്ച് വാക്ക് തർക്കം നടന്ന്, അപ്പോൾ എല്ലാ മാധ്യമ വിഭാഗങ്ങളും എത്തി ലോറിക്കാരനോടും ഡ്രൈവറോടും അതുപോലെ തന്നെ അവിടെയുള്ള നേതാക്കന്മാരോടും എല്ലാം ചർച്ച ചെയ്തപ്പോൾ അവർ പറയുന്നത്, ഇന്ന് തൊഴിലാളി വർഗം രാജ്യത്തെമ്പാടും പണിമുടക്കുകയാണ്, അത് ഞങ്ങൾ പണ്ടേ പ്രഖ്യാപിച്ചതാണ്, എന്നിട്ട് ലോറിയും കൊണ്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്, തൊഴിലാളി തന്നെയാണ് ലോറി ഡ്രൈവർ, അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ തടയാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുമ്പിൽ തടയുന്ന കാഴ്ച ഞാൻ കണ്ടു. VD സതീശന്റെ ജാതിയുമായിട്ട് ബന്ധപ്പെട്ട് ഡ്രൈവർമാരുണ്ടല്ലോ, അവർ ചെറിയ ഞങ്ങളെപ്പോലെ 2-3 വാഹനമൊന്നുമല്ല, അവർക്ക് ഒരുപാട് വാഹനങ്ങളാണ്. ആരാ തടയുക? INTUC-കാരാണ് അതിൻ്റെ മറുപടി പറയേണ്ടത്. INTUC-കാർ പറഞ്ഞു പോലും ജാഥ മാറ്റിവെക്കാൻ. പക്ഷേ കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വം തയ്യാറായില്ല. ST-കാർക്കും അതിൻ്റെ മേലെ ഒന്നും പറയാൻ സാധിക്കുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ തൊഴിലാളി വർഗത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഇന്നത്തെ ജാഥ ഞങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ഞങ്ങളെല്ലാം വിചാരിച്ചത് അവരുടെ ജാതി അവസാനിപ്പിക്കുമെന്നാണ്, ഇന്നെങ്കിലും അവസാനിക്കുമെന്നാണ്. പക്ഷേ അവർ ചെയ്തില്ല എന്നുള്ളത് അവർക്കിടയിൽ വൈരുദ്ധ്യമുണ്ടാക്കാൻ, അല്ലെങ്കിൽ തൊഴിലാളികൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ മാത്രമേ ഉപകരിക്കുള്ളൂ എന്ന കാര്യത്തിലും എനിക്ക് യാതൊരു സംശയമില്ല. ഞാൻ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, തൊഴിലാളി വർഗം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. കക്ഷി രാഷ്ട്രീയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തൊഴിലാളി വർഗത്തെ വേർതിരിക്കാൻ പാടില്ല. ഏത് രാഷ്ട്രീയം ഉണ്ടായിക്കോട്ടെ, അവരെല്ലാം തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്ന രീതിയിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. പേരെല്ലാം വേണം മാറ്റാം, കൊടിയുടെ നിറമെല്ലാം മാറ്റാം, പക്ഷേ അവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ആ ഐക്യത്തോടു കൂടി മാത്രമേ നരേന്ദ്രമോദി ഭരണകൂടത്തിനെതിരായിട്ടുള്ള അതിശക്തമായ താക്കീതും അവരുടെ നിലപാടിനെ തിരുത്തിക്കാൻ വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടലുമാവുള്ളൂ എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരപരിപാടിയുടെ ഇന്നത്തെ ഈ പൊതുസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.